കസ്റ്റമർ പരാതി പറഞ്ഞാൽ ദേഷ്യം വരാറുണ്ടോ? എങ്കിൽ നിങ്ങൾ വലിയൊരു അവസരം നഷ്ടപ്പെടുത്തുകയാണ്. ഒരു കസ്റ്റമർ വന്ന് സാധനം മോശമാണെന്നോ സർവീസ് ശരിയല്ലെന്നോ പറഞ്ഞാൽ നമ്മൾ ഉടനെ ഡിഫെൻസീവ് ആവും. ഇവിടെ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ വേറെ എവിടെയും ഇല്ലാത്ത പരാതിയാണല്ലോ ഇത് എന്ന് മറുപടി പറയും. സത്യത്തിൽ ആ കസ്റ്റമർ നിങ്ങളുടെ ബിസിനസ് നന്നാക്കാൻ വേണ്ടി വന്ന ഒരു ഫ്രീ കൺസൾട്ടന്റ് ആണ്. എന്തുകൊണ്ടാണ് പരാതികൾ ബിസിനസ്സിൽ ഇത്ര പ്രധാനമാകുന്നത്? അൺപെയ്ഡ് ഓഡിറ്റർ. നിങ്ങളുടെ ബിസിനസ്സിലെ വിള്ളലുകൾ നിങ്ങൾ പോലും അറിയാതെ കസ്റ്റമർ അത് കണ്ടെത്തി തരുന്നു. ആ ഒരു തെറ്റ് തിരുത്തിയാൽ നിങ്ങളുടെ ബിസിനസ് അടുത്ത ലെവലിലേക്ക് പോകും. ദ ലോയാലിറ്റി ഫ്ലിപ്പ്. ഒരു പരാതിയുമായി വരുന്ന കസ്റ്റമറെ നിങ്ങൾ മാന്യമായി കേൾക്കുകയും ആ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുകയും ചെയ്തു കഴിഞ്ഞാൽ ആ കസ്റ്റമർ നിങ്ങളുടെ ഏറ്റവും വലിയ ഫാനായി മാറും. അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് അവർ പരിഹരിച്ചു തരും എന്ന വിശ്വാസം പരസ്യത്തേക്കാൾ വലുതാണ്. സൈലന്റ് കില്ലേഴ്സ്. പരാതി പറയുന്ന കസ്റ്റമറെ പേടിക്കേണ്ട. ഒന്നും പറയാതെ പടിയിറങ്ങി പോകുന്ന കസ്റ്റമറെയാണ് പേടിക്കേണ്ടത്. അവർ ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് മാത്രമല്ല, മറ്റ് 10 പേരോട് നിങ്ങളുടെ ബിസിനസിനെ കുറിച്ച് മോശമായി പറയുകയും ചെയ്യും. കസ്റ്റമറുടെ വാക്കുകൾ കേൾക്കാൻ നിങ്ങൾ തയ്യാറായാൽ ബിസിനസ് തനിയെ വളരും. പരാതികളെ പേടിക്കാതെ അവയെ ഫീഡ്ബാക്ക് ആയി കാണാൻ പഠിക്കൂ. നിങ്ങളുടെ കസ്റ്റമർ എക്സ്പീരിയൻസ് മെച്ചപ്പെടുത്താനും കസ്റ്റമർ സെൻട്രിക് ബിസിനസ് മോഡൽ ഉണ്ടാക്കാനും സഹായം വേണമെങ്കിൽ എന്നെ ബന്ധപ്പെടൂ. ഫീഡ്ബാക്ക് എന്നെനിക്ക് കമന്റ് ചെയ്യൂ. നമുക്ക് സംസാരിക്കാം.